ഈ അസുഖവുമായി ബന്ധപ്പെട്ട് അവരുടെ കാലോ കൈക്കോ പരിക്ക് പറ്റുകയും ഇങ്ങനെ ഈ കട്ടിൽ നിന്നും അവർ താഴേക്ക് വീണ് ഇവിടെ കിടക്കുകയായിരുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്കാരം. വളരെ സങ്കടകരമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് വാർത്ത 24 അടൂർ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ക്യാൻവാസ് മീഡിയ എന്ന ഓൺലൈൻ മീഡിയയിലൂടെ ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം അറിഞ്ഞു കാണും. വളരെ പ്രായമായ ഒരമ്മ കാലൊടിഞ്ഞ് വീട്ടിൽ കിടന്നിട്ട് അവരുടെ ദേഹമാകെ പുഴുവരിച്ചിട്ടും 4-5 ദിവസത്തോളം വീട്ടിൽ കഴിയുകയായിരുന്നു. ചെളുക്കുഴിയിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരനും CPMൻ്റെ നേതാവുമായ മനു എന്ന ചെറുപ്പക്കാരൻ അവൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് പെൻഷൻ കൊടുക്കാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ അമ്മ വളരെയധികം വേദന സഹിച്ച് തറയിൽ കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അപ്പം സരസമ്മ എന്ന വന്ധ്യ വയോധിക താമസിച്ച വീടാണ്. ഇവിടെ ഏകദേശം 4 ദിവസമായി അവർ വളരെയധികം കഷ്ടപ്പാടോടുകൂടി ജീവിച്ചതാണ്. അപ്പം നമ്മൾ കാണാം, വളരെ ഒരു വീടിൻ്റെ ഒരു അന്തരീക്ഷമല്ല. പ്രായത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം വളരെയധികം കഷ്ടപ്പെട്ടാണ് അവർ ജീവിച്ചത്. അവർക്ക് ഈ അസുഖവുമായി ബന്ധപ്പെട്ട് അവരുടെ കാലോ കൈക്കോ പരിക്ക് പറ്റുകയും ഇങ്ങനെ ഈ കട്ടിൽ നിന്നും അവർ താഴേക്ക് വീണ് ഇവിടെ കിടക്കുകയായിരുന്നു. മനു എന്ന ചെറുപ്പക്കാരനായ കോപ്പറേറ്റീവ് ജീവനക്കാരൻ പെൻഷനുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ വന്നപ്പോഴാണ് അമ്മയുടെ ദയനീയമായ സ്ഥിതി അറിയുന്നത്. തൊട്ടടുത്ത താമസക്കാരനായ അല്ലെങ്കിൽ നാട്ടുകാരനായ ഷിജു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരികയും അനൂപ് ശങ്കറും ഷിജുവും ഈ മനുവും കൂടി ചേർന്നാണ് ഇവിടെ നിന്നും ആ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് കാണാം. ഈ പരിസരമാകെ വളരെ മോശമാണ്. ഇതിന് ചുറ്റുപാടും കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ അമ്മ ഒറ്റയ്ക്ക് പാചകം ചെയ്ത അടുപ്പുകളിവിടെ കാണാൻ സാധിക്കും. വളരെയധികം ദുർഘടകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ പ്രദേശമാകെ ഉള്ളത്. 2 പെൺമക്കൾ ആണ് അവർക്കുള്ളത്. ഈ ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചിട്ടും പാലിയേറ്റീവിൻ്റെ എല്ലാവിധമായ ചികിത്സ കൊടുത്തിട്ടും 4 ദിവസമായി ഹോസ്പിറ്റലുകാരെ നിരന്തരം ബന്ധപ്പെട്ടും ആ അമ്മയെ ഒന്ന് നോക്കുവാനോ കാണുവാനോ കഴിയാത്ത 2 മക്കൾ ഈ സമൂഹത്തിന് വളരെ അപമാനം തന്നെയാണ്. യാതൊരു തർക്കവുമില്ല. ഈ വിഷയത്തിൽ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവരും ഞങ്ങൾ കുറേ കാലം ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതാണ്, പക്ഷേ ഞങ്ങളല്ലോ നോക്കേണ്ടത്, സ്വന്തം 2 മക്കളുണ്ടല്ലോ അവർ നോക്കണമെന്നുള്ള പരാതിയാണ് പറഞ്ഞത്. അവർ വാർത്തയോട് പ്രതികരിക്കാനൊന്നും തയ്യാറായില്ല. അവർക്ക് അതിൻ്റെതായ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ അമ്മയ്ക്ക് വളരെ സങ്കടകരമായ ഒരവസ്ഥയിൽ നിന്നും ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇപ്പോൾ അവർ മരണപ്പെട്ടിരിക്കുകയാണ്. പോലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടൂർ ഹോസ്പിറ്റലിൽ നിന്നും ഇൻറ്റിമേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവർ അടൂർ SHOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും പോലീസ് നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അമ്മയുടെ ബോഡി എന്തായാലും അവർക്ക് ബന്ധുക്കൾക്കോ മക്കൾക്കോ വിട്ടുകൊടുക്കത്തുള്ളൂ. തീർച്ചയായും ഇത്രയും വളരെ മൃഗീയമായ രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ രീതിയിൽ പ്രവർത്തിച്ച ആ മക്കൾക്കെതിരെ ശക്തമായ നിയമ നടപടി തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് തന്നെയാണ് വാർത്ത 24 പറയാനുള്ളത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരമ്മമാർക്ക് ഉണ്ടാവില്ല. ഈ നാട്ടിലെ ആളുകൾക്ക് തന്നെ അപമാനമായി തീരുന്ന ഒരു സംഭവമാണ് പട്ടാഴി വടക്കേക്കര ചെളുക്കുഴിൽ ഉണ്ടായിരുന്നത്. വളരെ ലജ്ജാകരം തന്നെയാണ്. സമൂഹത്തിലെ മുഴുവൻ ആളുകളും തലകുനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ വിഷയത്തിൽ നാട്ടുകാരനായ ഷിജു അടക്കമുള്ള ചെറുപ്പക്കാർ നിരവധിയായ ഓൺലൈൻ മാധ്യമങ്ങളെയും പൊതുപ്രവർത്തകരെയും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഷിജുവും മനുവും ക്യാൻവാസ് മീഡിയയുടെ റിപ്പോർട്ടറുമായ അനൂപ് ശങ്കർ എന്ന വ്യക്തിയും കൂടി ചേർന്ന് ആ അമ്മയെ ആംബുലൻസ് വിളിച്ച് അടൂർ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അങ്ങനെ പാലിയേറ്റീവ് കെയറിൽ അടൂർ ജനറൽ ഹോസ്പിറ്റലിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ അടൂർ ആശുപത്രി സൂപ്രണ്ടായ മണികണ്ഠ സാർ അടക്കമുള്ള ആളുകൾ ഈ അമ്മയുടെ 2 മക്കളായ ലതയും ഗീതയും നിരന്തരമായി ഫോണിൽ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തു. അവരുടെ ഭാഗത്തുനിന്ന് ഒരു അനുഭാവപൂർവമായ നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ 4-5 ദിവസമായി വാർത്ത 24 അടക്കമുള്ള നിരവധി മാധ്യമപ്രവർത്തകരെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലിലെ ആളുകളും ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അവരുടെ മക്കൾ എന്താണ് പറയുന്നത് കാര്യം ആരാഞ്ഞു. അപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ നടപടി ഉണ്ടാകും. കഴിഞ്ഞ 4 ദിവസമായി ആശുപത്രി സൂപ്രണ്ടായ മണികണ്ഠ സാറ് ഗീതയും ലതയും മാറി വിളിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുവാനോ ഈ അമ്മയെ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ പോലുള്ള ഒരു മനസ്ഥിതി അവർ കാണിച്ചില്ല. അത് വളരെയധികം സങ്കടകരമായ അവസ്ഥയാണ്. ഈ വിഷയത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഇപ്പോൾ അടൂർ SHOയ്ക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നപ്പോൾ അമ്മയുടെ അവസ്ഥ വളരെ മോശമായിരുന്നാണ് ഇവിടുത്തെ PRO ആയ ഷൈനി മാഡം നമ്മളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ ഏകദേശം 4:10 കൂടി ഈ അമ്മ ഇവിടെ മരണപ്പെടുക ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ അടൂരിലെ താലൂക്ക് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പോലീസ് എന്തായാലും ഈ ലതയ്ക്കും ഗീതയ്ക്കുമെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് വാർത്ത 24 പറയാനുള്ളത്. കാരണം വൃദ്ധയായ ഈ മാതാവിന് വളരെ മോശകരമായ ഒരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് പോലും അവരെ സംരക്ഷിക്കുവാനോ ശുശ്രൂഷിക്കുവാനോ കടന്നു വരാത്ത ഒരു സാഹചര്യം വളരെയധികം സങ്കടകരമായ തർക്കമില്ല. അവരെ പഠിപ്പിച്ച് വളർത്തി അവരെ കല്യാണം കഴിച്ചു വിട്ട
അമ്മയ്ക്ക് ഈ വയസ്സുകാലത്തുണ്ടായ ഒരു ദുരനുഭവം. നാട്ടുകാരായ ഷിജുവും പ്രിയപ്പെട്ട മനുവും ശങ്കറുമടക്കമുള്ള ആളുകൾ കൃത്യസമയത്ത് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് സുഖകരമായ ഒരു അന്ത്യമെങ്കിലും ഉണ്ടായെന്നുള്ള യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ഇത്തരം ക്രൂരമായ നടപടിയുമായി മുന്നോട്ട് പോയ ആ മക്കൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ് വാർത്ത 24 പറയാനുള്ളത്. ഈ വിഷയത്തിൽ നാട്ടുകാരുടെ പ്രതികരണങ്ങളോ മറ്റുമൊക്കെ നമ്മൾ ആരായും. എന്തായാലും കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായി ഈ വാർത്തയുടെ തുടർ ദിവസങ്ങളിലും വാർത്ത 24 പ്രേക്ഷകരുടെ മുന്നിലേക്ക് കടന്നു വരുമെന്ന് യാതൊരു തർക്കവുമില്ല.